അമ്പലപ്പുഴ എം.എൽ.എ. ആയിരുന്ന ജി സുധാകരൻ, അതായത് ആദ്യം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയം അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിൽ ഒരു മന്ത്രി പദവിയൊന്നും കിട്ടിയില്ല. അവിടെ എം.എൽ.എ. ആയിട്ട് നിന്നു. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. അതിനുശേഷം CPM-ആയിട്ട് തെറ്റുന്നു. പിണറായി വിജയൻ വല്ലാത്ത രീതിയിൽ ജി സുധാകരനെ അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷവുമായിട്ടൊക്കെ ഇപ്പോൾ ഒരു തരത്തിലുമുള്ള ബന്ധമില്ല. അങ്ങനെ അമ്പലപ്പുഴയിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടൊക്കെ മത്സരിച്ചാണ് ജി സുധാകരൻ ഇപ്പോൾ MLA ആയത്. സുധാകരന്റെ ഒരു വാക്ക് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതായത് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടുകളിൽ രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളോ ഭക്ഷണ വിതരണം ചെയ്യേണ്ടതില്ലെന്നും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്നും അമ്പലപ്പുഴ MLA ജി സുധാകരൻ പറയുകയാണ്. ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് താനും KC വേണുഗോപാലും കളക്ടറും സൂപ്രണ്ടും പങ്കെടുത്ത യോഗത്തിൽ ജില്ലാ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ഇത്തരത്തിൽ ഒരു സംഘടനകളും ഭക്ഷണ വിതരണം നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ ആ തീരുമാനം പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. ആ ഒരു തീരുമാനം അന്നത്തെ മീറ്റിംഗിന് ശേഷം അത് അസാധുവായി പോകുന്ന രീതിയിലേക്ക് ആ മീറ്റിംഗിന് ശേഷം ആരും ഒരു പ്രാധാന്യമോ ഒരു വിലയും നൽകിയില്ല എന്നാണ് ജി സുധാകരൻ ഇപ്പോൾ പറയുന്നത്. ജി സുധാകരൻ പറയുന്നതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: കോമ്പൗണ്ടിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഷെഡും വച്ച് കൊടിയും കെട്ടി ഇരിക്കുകയാണ്, അന്നദാനം കൊടുക്കുകയാണ് അവർ. പിന്നെ ഗവൺമെന്റിന്റെ, അതായത് സർക്കാരിന്റെ ജോലി എന്താണ്? ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ്, കഞ്ഞി കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ കൊടിയും കെട്ടും. ഇതെല്ലാം നീക്കം ചെയ്യണം. ഒരു പാർട്ടിയെയും അവിടെ കയറ്റിക്കൂടാ. പാർട്ടിയിൽപ്പെട്ട മനുഷ്യർക്ക് വരാം, അവിടെ പാർട്ടികൾ വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത്. മെഡിക്കൽ കോളേജ് അത് സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ സർക്കാരാണ് അവിടെ വരുന്ന രോഗികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അങ്ങനെ വേണ്ടാന്ന് തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തിന് ശേഷം ഏതോ ഒരു സംഘടന സേവാഭാരതി ഷെഡും കെട്ടിയിരിക്കുകയാണ്. സൂപ്രണ്ടിനോട് വിളിച്ചു ചോദിച്ചു, എന്താ കാണിക്കുന്നതെന്ന്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നന്നാവുമോ? ഇതൊക്കെ മാറ്റണം എന്നാണ് സുധാകരൻ പറയുന്നത്. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്നതിനെ കുറിച്ചും ജി സുധാകരൻ സംസാരിക്കുന്നുണ്ട്. എന്താണ് ഈ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത്? മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ജീവനക്കാർ പറയും, മരിക്കാനല്ലെങ്കിൽ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ. വിദ്യാർത്ഥികളോട് സംസാരിക്കവെയാണ് മെഡിക്കൽ കോളേജുകളിലെ ഭക്ഷണ വിതരണത്തെക്കുറിച്ചും ചികിത്സ ലഭിക്കാത്തതിനെക്കുറിച്ചും ജി സുധാകരൻ സംസാരിച്ചത്. തെറ്റായ നിയമങ്ങളെല്ലാം തിരുത്തി എഴുതേണ്ടവരാണ് വിദ്യാർത്ഥികളെന്നും അദ്ദേഹം പറയുകയാണ്. ഈ സുധാകരന്റെ ഈ പരാമർശം വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിലടക്കം പലതരത്തിലുമുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം ഒരു സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള, പൂർണ്ണമായി സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിൽ ഉള്ളത്. പക്ഷേ അവിടെയൊക്കെ ക്യാൻറ്റീനുകളിൽ പോയാൽ വൃത്തിയുള്ള ഒരു ഭക്ഷണം കിട്ടില്ല, അല്ലെങ്കിൽ ശുചിത്വമുള്ള ഒരു ഭക്ഷണം കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ കൂട്ടിരിക്കുന്നവർക്ക് എന്തായാലും സ്വാഭാവികമായി ഹോട്ടലുകളിൽ പോയി ചെന്ന് കൊള്ള ലാഭത്തിൽ ഭക്ഷണം കഴിച്ച് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഹോട്ടലുകളിലെ ശുചിത്വം ആണ് ഒരു പ്രധാന വില്ലനായി മാറുന്നത്. അപ്പോൾ ഈ അവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ സർക്കാർ ആശുപത്രികൾക്ക് പുറത്തു വന്ന് ഈ ഭക്ഷണം കൊടുക്കുന്ന ആളുകളെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ സുധാകരൻ പറയുന്നത് ഇവരെയൊന്നും അടുപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ UDF-ന്റെ തന്നെ ആരോഗ്യമന്ത്രിയായ K മുരളീധരനോട് പറയണം, സർക്കാർ ആശുപത്രികളിൽ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കണം 24 മണിക്കൂറും. പ്രവർത്തിച്ചാൽ മാത്രം പോരാ, അവിടെ വൃത്തിയുള്ള ശുചിത്വമുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ രോഗികൾക്ക് വിളമ്പി നൽകണം. അവർക്ക് ചൂടോടുകൂടിയുള്ള ഭക്ഷണങ്ങൾ വിളമ്പി നൽകണം. മിക്കതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പലഹാരങ്ങളാകും, മിക്കതും പൂപ്പൽ വന്ന പലഹാരങ്ങളാകും, മിക്കതും വായി വയ്ക്കാൻ പോലും കൊള്ളില്ലാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും. കാരണം ഇതൊക്കെ പുറത്ത് കരാറ് കൊടുക്കുന്നതാണ് ഈ ആശുപത്രികളിലൊക്കെ ക്യാൻറ്റീനുകളിൽ. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ഭക്ഷണവും സാധാരണ ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളെ അടുപ്പിക്കേണ്ട എന്നുള്ളത് ഓക്കെ, ശരിയാണ്, അതിൽ ഒരു സമ്മതം വയ്ക്കാം. പക്ഷേ ഈ സന്നദ്ധ സംഘടനകളുണ്ട്, ഇപ്പോൾ സേവാഭാരതി പോലെയുള്ള സന്നദ്ധ സംഘടനകൾ, അവർ വലിയ രീതിയിലുള്ള ഒരു ബഹളമോ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊടിയോ ഒന്നും അവർ അവിടെ കിട്ടുന്നില്ല. സേവാഭാരതിയുടെ ഒരു യൂണിഫോം ഉണ്ട്. അവർ ആ യൂണിഫോം ഇട്ടുകൊണ്ടാണ് അവിടെ വന്ന് മാന്യമായ രീതിയിൽ വൃത്തിക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നത്. അങ്ങനെ ചില സംഘടനകൾ മാന്യമായ രീതിയിൽ അവിടെ കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം നൽകുന്ന ചില സംഘടനകളുണ്ട്. അത്
ആ രീതിയിലുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യബോധത്തോടു കൂടി ഭക്ഷണം വിതരണം ചെയ്യുന്ന ഇപ്പോൾ ഈ SFI, DYFI അങ്ങനത്തെ കുറേ സംഘടനകളുണ്ട്. അവരെയൊന്നും ആശുപത്രിയുടെ പരിസരത്തേക്ക് അടുപ്പിക്കാതിരുന്നാൽ കുറച്ചും കൂടി നല്ലതാവും. കാരണം CPMന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് ആശുപത്രികൾ വന്നതുകൊണ്ടാണ് അവിടെ സർക്കാർ ആശുപത്രികൾ ചെല്ലുമ്പോൾ തന്നെ ഈ സെക്യൂരിറ്റിമാരുടെയൊക്കെ സ്വഭാവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ആശുപത്രിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണ്ടാ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവമാണോ എന്നൊക്കെ തോന്നിപ്പോകും. കാരണം അവരുടെയൊക്കെ പെരുമാറ്റത്തിൻ്റെ രീതി അങ്ങനെയാണ്. ഇപ്പോൾ അമ്പലപ്പുഴ MLA G. സുധാകരൻ ഏറ്റവും കൂടുതലായി ഉന്നയിക്കുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് അന്ന് കളക്ടറോടും അതോടൊപ്പം തന്നെ ആലപ്പുഴ MP KC വേണുഗോപാലിനോടൊപ്പം ഇരുന്ന് ആശുപത്രി സൂപ്രണ്ടിനോടൊപ്പം ഇരുന്ന് മണിക്കൂറുകളോളം ചർച്ച നടത്തിയതാണ്. എന്നിട്ട് അങ്ങനത്തെ ഒരു തീരുമാനമെടുത്തതാണ് ആശുപത്രിയുടെ പരിസരത്ത് പാർട്ടിക്കാരെ കൊണ്ടുവച്ച് ഭക്ഷണം വിളമ്പണ്ട, അവർ ഭക്ഷണം കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കുക, സർക്കാർ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ എന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ അന്ന് അവരെല്ലാം ഓക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇതാ അതിനുശേഷം പിറ്റേ ദിവസവും അതിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഞാൻ വിളിച്ചപ്പോൾ പോലും എനിക്ക് അനുകൂലമായ ഒരു മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. നോക്കാം, അവരൊക്കെ മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു വാക്കുകളാണ് സൂപ്രണ്ട് പറയുന്നത് എന്നാണ് G. സുധാകരൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും G. സുധാകരൻ്റെ ഈ ഒരു രാഷ്ട്രീയ പരാമർശം സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയായി മാറുന്നുണ്ട്. ചില സമയത്ത് ഇത് വിവാദമായി മാറും. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ DYFI അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളടക്കം ഇതിൻ്റെ ഈ സുധാകരൻ ഈ ഉന്നയിച്ച ഈ മറുപടിക്ക് ഒരു എതിർ മറുപടിയുമായി രംഗത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്.